ബ്രേസ് അല്ലെങ്കിൽ അലൈനർ ട്രീറ്റ്മെൻറ്റ് ചെയ്യാൻ വേണ്ടി നമ്മുടെ ക്ലിനിക്കിൽ വരുന്ന പേഷ്യൻസിൽ കുട്ടികളിൽ നമ്മുടെ പല്ല് ഉന്തിയ കുട്ടികളുണ്ടാവും. അവരെ നമ്മൾ എപ്പോഴും ഒരു ENT കൺസൾട്ടേഷൻ കഴിഞ്ഞതിന് ശേഷമാണ് ഈ പറഞ്ഞ ബ്രേസസ് അല്ലെങ്കിൽ അലൈനർ ട്രീറ്റ്മെൻറ്റ് ചെയ്യാറ്. അതിൻ്റെ പിന്നെ ഒരു സയൻറ്റിഫിക് റീസൺ ഉണ്ട്. അതെന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കുട്ടികൾക്ക് പലപ്പോഴും പല്ല് പൊന്തലെന്നുള്ള പ്രശ്നം വരുന്നത് അവർ വായ തുറന്ന് ശ്വസിക്കുക എന്നുള്ളതുകൊണ്ടാണ്. അപ്പോൾ വായ തുറന്ന് ശ്വസിക്കുന്നത് അല്ലെങ്കിൽ ഇടയ്ക്കിടെ കഫക്കെട്ട് വരിക അങ്ങനെയൊക്കെ ഉണ്ടാകുന്നത് നമ്മൾ തൊണ്ടയിലെ ടോൺസിൽ പോലെ തന്നെ മൂക്കിൻ്റെ പിന്നിൽ അഡിനോയിഡ് എന്ന് പറഞ്ഞൊരു ദശ ഉണ്ടാകുമ്പോൾ അതുകൊണ്ടാണ് പലപ്പോഴും കുട്ടികൾക്ക് പല്ല് പൊന്തൽ എന്നൊരു പ്രശ്നം വരിക. സോ അപ്പോൾ നമ്മൾ ആ അഡിനോയിഡ്സിനെ വേണ്ട രീതിയിൽ ട്രീറ്റ് ചെയ്യാതെ നമ്മൾ പല്ലിന് വേണ്ടിയുള്ള ട്രീറ്റ്മെന്റ് മാത്രം ചെയ്താൽ നമ്മളത് പൂർണ്ണമായിട്ട് ശരിയാവണം എന്ന് ഇല്ല. സോ അതുകൊണ്ടാണ് നമ്മൾ ഈ പറഞ്ഞ പോലെ നമ്മളിവിടെ അലൈനേഴ്സോ ബ്രേസസോ ഒക്കെ അങ്ങനെ പല്ലുന്തിയിട്ടുള്ള കുട്ടികൾക്ക് ചെയ്യുമ്പോൾ അതിന് മുമ്പായിട്ട് ഒരു ബേസിക് ആയിട്ടുള്ള ഒരു എക്സ്റേ എടുത്ത് അഡിനോയിഡ്സ് ഉണ്ടോ എന്ന് നോക്കുക. അങ്ങനെ ഉണ്ടെങ്കിൽ അതിന് ട്രീറ്റ് ചെയ്ത് കൊടുത്ത് അതിനോടൊപ്പം നമ്മളത് ചെയ്യുവാണെങ്കിൽ നമുക്കത് ഈ പറഞ്ഞ ബ്രേസസിൻ്റെയും അലൈനറിൻ്റെ ട്രീറ്റ്മെൻറ്റും ഒക്കെ സക്സസ് റേറ്റിനെ അത് വളരെയധികം ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരു കാര്യമാണ്. പലപ്പോഴും നമ്മൾ കാണാറുള്ളതാണ് കുട്ടികൾക്ക് ബ്രേസസ് റിമൂവ് ചെയ്ത് കഴിഞ്ഞിട്ട് വീണ്ടും പല്ല് പൊന്തുന്നു എന്നുള്ള പ്രശ്നം. അത് പലപ്പോഴും ഈ മൗത്ത് ബ്രീത്തിങ്ങിനുള്ള വേറൊരു റീസൺ ഉള്ളത് പ്രോപ്പറായിട്ട് ഐഡന്റിഫൈ ചെയ്യുകയും അതിനെ ട്രീറ്റ് ചെയ്യുകയും ചെയ്യാതെ അലൈനേഴ്സ് ഇടുന്നത് കൊണ്ടാണ് വരാറുള്ളത്. അങ്ങനത്തെ റിലാപ്സ് കേസസ് ഒക്കെ കാണുന്നതല്ലേ. അതായത് ചില നമ്മൾ ഓർത്തോ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം കുട്ടികളാണ് കൂടുതലും കാണുക. അതായത് ഓർത്തോ ബ്രേസസ് ഇട്ടോ അല്ലെങ്കിൽ അലൈനേഴ്സ് ഒക്കെ ട്രീറ്റ്മെന്റ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം കുറച്ച് കാലങ്ങൾക്ക് ശേഷം ഇവർക്ക് റിലാപ്സ് വരിക, അത് പിന്നെയും പല്ല് ഉന്തി വരിക, സ്പേസിങ് ഉണ്ടാവുക. ഇതെല്ലാത്തിൻ്റെ കാരണം വെച്ചാൽ അവർക്ക് ഹാബിറ്റ് ഉണ്ടാവും മൗത്ത് ബ്രീത്തിങ്, വാ തുറന്ന് വെച്ച് ഉറങ്ങുക എന്നുള്ളൊരു ശീലം. അപ്പോൾ ഈ വാ തുറന്ന് വെച്ച് ഉറങ്ങാനുള്ള ശീലം എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ പലപ്പോഴും അതിൻ്റെ ഒരു കൺസേൺ ചിലപ്പോൾ മൂക്കിൻ്റെ പാലം പൊന്തിയ വളവുകളാവാം, അല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ അഡ്നോയിഡ്സിൻ്റെ ഇഷ്യൂ ആവാം.